സ്മാർട്ടായിട്ടുള്ള ഒരു യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കൂടി വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ എക്സ്പെൻസാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റീനെ കൺട്രോൾ ചെയ്തിട്ട് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ട് ഹോം എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസിങ് IoT ആൻഡ് ബിഗ് ഡാറ്റ. IoT എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് സിസ്റ്റം, അതായത് ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. അതൊരു സിസ്റ്റം ഫോം ചെയ്യും. ഈ സിസ്റ്റം ഒക്കെ കൂടി ചേർന്ന് ഒരു ബിഗ് നെറ്റ്വർക്ക് സിസ്റ്റമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് IoT. അതിൽ ഫസ്റ്റ് വൺ ആണ് N നോഡ്സ് അല്ലെങ്കിൽ ഡിവൈസസ്. IoTയുടെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഇത്. ഇത് സൂചിപ്പിക്കുന്നത് IoTയിലെ T, അതായത് തിങ്സ് ആണ്. ഇത് ആക്റ്റീവ് സെൻസിങ് ഡിവൈസസ് ആണ്. ഇത് ഡാറ്റനെ കളക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ലെവൽ പ്രോസസ്സിംഗ് ആണ് നടത്തുന്നത്. ഇതിന് എക്സാമ്പിളാണ് RFID, ക്യാമറാസ് അറ്റ് ഹൈവേസ് ഒക്കെ. സെക്കൻഡ് വൺ ആണ് ഗേറ്റ് വേസ് അല്ലെങ്കിൽ ലോക്കൽ പ്രോസസ്സിംഗ് നോഡ്സ്. ഇത് ഓരോരോ നോഡിനെയും കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ക്ലൗഡായിട്ട് കണക്ട് ചെയ്യും. കളക്റ്റഡ് ഡാറ്റാനെ ട്രാൻസ്ഫർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് പ്രോസസ്സ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അത് ക്ലൗഡിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. തേർഡ് വൺ കണക്ടിവിറ്റി. IoT എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കണക്ടിവിറ്റി ഇതിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. സർവീസ് പ്രൊവൈഡേഴ്സ് ഒരുപാട് സൊല്യൂഷൻസ് IoTക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. N നോഡ്സിനെ ഗേറ്റ് വേസ് ആയിട്ട് കണക്ട് ചെയ്യാനും ഗേറ്റ് വേസിനെ ക്ലൗഡായിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട്. ഇതിന് എക്സാമ്പിളാണ് ബ്ലൂടൂത്ത്, വൈഫൈ, GSM, സിഗ്ബി എന്ന് പറയുന്നതൊക്കെ. ഇനി നെക്സ്റ്റ് വണ് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇതിൻ്റെ ജോബ് എന്ന് പറയുന്നത് കളക്റ്റഡ് ഡാറ്റേനെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് ഇൻഫറൻസ് ഉണ്ടാക്കാനുമാണ്. അപ്പം വേരിയസ് സെൻസേഴ്സും നോഡ്സും ഒക്കെ ഈ ഡാറ്റേനെ ഫീൽഡിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഗേറ്റ് വേയിലേക്ക് അല്ലെങ്കിൽ ലോക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ടാണ് ലോ ലെവൽ പ്രോസസ്സിംഗ് നടക്കുന്നത്. എന്നിട്ടാണ് അത് ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഇൻഫറൻസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇനി ബിഗ് ഡാറ്റ. എന്താണ് ബിഗ് ഡാറ്റ? ഇതിനൊരു എക്സാമ്പിൾ പറയാം. തിയേറ്ററിൽ നമ്മൾ പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും. മൂവി റേറ്റിംഗ്, റിവ്യൂ, കാസ്റ്റ്, ഡയറക്ടർ, സീറ്റ് കംഫർട്ട് ഒക്കെ നമ്മൾ നോക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കാൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ലാർജ് ഡാറ്റേനെ ഒരു സിംഗിൾ യൂണീക്ക് ഒരു സിസ്റ്റം ആക്കി മാറ്റുന്നതിനാണ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് അപ്രോച്ച് നമ്മൾ പറയുന്നത്. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റിയാണ്. ഉയർന്നു വരുന്ന ടെക്നോളജി ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് ബിഗ് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എനർജി കൺസപ്ഷൻ നേടിയെടുക്കാൻ പറ്റും. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലൊക്കെ ഉയർന്നു വരുന്ന ടെക്നോളജി ആയിട്ടുള്ള IoT, ബിഗ് ഡാറ്റ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബെറ്റർ എനർജി കൺസപ്ഷൻ നേടിയെടുക്കാൻ പറ്റും റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ. ഈ പേപ്പർ എന്ന് പറയുന്ന ഒരു എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് സ്മാർട്ട് ഹോംസിന് വേണ്ടിയിട്ടുള്ള. ഈ SOC മൊഡ്യൂള് ഓരോ സ്മാർട്ട് ഹോമിലുള്ള ഓരോ ഡിവൈസിൽ നിന്നുമുള്ള എനർജി കൺസപ്ഷൻ ഡാറ്റനെ കളക്ട് ചെയ്തിട്ട് അതൊരു സെൻട്രലൈസ് സെർവറിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഫർദർ പ്രോസസ്സിങ്ങും അനലിസിസും ഒക്കെ നടക്കുന്നത്. ഈ ഇൻഫോർമേഷനൊക്കെ എത്തിച്ചേരുന്നത് ഒരു യൂട്ടിലിറ്റി സെർവറിലാണ്. അത് എത്തിച്ചേരുന്നത് ബിഗ് ഡാറ്റ ആയിട്ടാണ്. അപ്പം കൺസ്യൂമേഴ്സിന് ഈ കൺസപ്ഷൻ ബിഹേവിയറിന് പറ്റിയിട്ടുള്ളൊരു അവയർനെസ് വേണം. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി യൂട്ടിലിറ്റീസ് ആയിട്ടുള്ളൊരു ക്ലോസ് ഇൻട്രാക്ഷനും വേണം. അതിലൂടെ ഇലക്ട്രിസിറ്റി ബില്ല് ലോ ചെയ്തെടുക്കാൻ പറ്റും. ഇനി EMS, ഇലക്ട്രിസിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണിത്. IoT ആയിട്ടുള്ള കണക്ഷനാണ് ഇതിൽ കാണിക്കുന്നത്. സ്മാർട്ട് ഹോമിൽ എനർജി എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. ഈ സ്മാർട്ട് എനർജി മാനേജ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത് സ്മാർട്ട് ഹോംസിലും സ്മാർട്ട് സിറ്റീസിലൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഒരു കൺട്രിയിലുള്ള ഡിഫറെൻറ്റ് സിറ്റീസിൽ നിന്നും ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ ഡാറ്റ സ്റ്റോറേജ്, ഓർഗനൈസേഷൻ, അനലൈസിസിനൊക്കെ വേണ്ടിയിട്ടുള്ള ചാലഞ്ചസ് നേരിടുക ചെയ്യുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും ബിഗ് ഡാറ്റയും യൂസ് ചെയ്യാൻ പറ്റും. IoT ടെക്നോളജി ഒരു പ്ലാറ്റ്ഫോമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഹൗസ് ഹോൾഡ് ഡിവൈസ് എനർജി കൺസപ്ഷനെ സെൻസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വയർലെസ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. വയർലെസ് സെൻസേഴ്സ് റെസിഡൻഷ്യൽ യൂണിറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിഗ് ഡാറ്റ ടെക്നോളജി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ കളക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മോണിറ്റർ ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും അനാലിസിസ് ചെയ്യുന്നതും ഒക്കെ പ്രെഡിക്റ്റീവ് അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ്. ഗ്രാഫ് ജനറേറ്റ് ചെയ്യാനും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡും ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ഈ പവർ കൺസപ്ഷനെ കുറിച്ചിട്ട് അവെയർ ആവണം. അതുപോലെ ഇലക്ട്രിസിറ്റി യൂട്ടിലിറ്റീസൊക്കെ ആയിട്ടുള്ള ഒരു ക്ലോസ് ഇൻട്രാക്ഷൻ വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും റിസോഴ്സസിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും അതിലൂടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനും പറ്റുള്ളൂ. IoT റിമോട്ട് ആക്സസ് ഒക്കെ ഇനാബിൾ ചെയ്യുന്നുണ്ട്. ഡിവൈസസിനെ കൺട്രോൾ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിന് ഓൺലൈൻ ആക്സസ് വഴി ഹോം ഡിവൈസസിനെ ഓണും ഓഫും ഒക്കെ ചെയ്യാൻ പറ്റും. ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ ആണ്. അത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സെൻസേഴ്സിൽ നിന്നും ടെമ്പറേച്ചർ സെൻസേഴ്സിൽ നിന്നും അതുപോലെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ബിഗ് ഡാറ്റ ക്യാരക്ടറൈസ് ചെയ്യുന്നത് 3 ടൈപ്പായിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ ഡാറ്റ സോഴ്സസ്, സെക്കൻഡ് വൺ ഡാറ്റ അനലിറ്റിക്സ്, തേർഡ് വൺ presentation of result of the analytics. IoT സ്മാർട്ട് എൻവിറോൺമെൻറ്റ് വഴി സെൻസേഴ്സിനും ഡിവൈസിനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു കൺവീനിയൻറ്റ് മാനറിൽ ഇൻഫോർമേഷൻ ഷെയറിങ്ങും പോസിബിളാണ് അക്രോസ് പ്ലാറ്റ്ഫോംസിൽ. IoT ഒരു ഇൻ്റലിജൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഓഫീസ്, സ്മാർട്ട് റീറ്റെയിൽ, സ്മാർട്ട് അഗ്രികൾച്ചർ, സ്മാർട്ട് വാട്ടർ, സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ, സ്മാർട്ട് ഹെൽത്ത് കെയർ, സ്മാർട്ട് എനർജി ഇങ്ങനെയുള്ള ഇൻ്റലിജൻറ്റ് സിസ്റ്റം IoT ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. IoTൻ്റെ ഒരു പ്രോമിനൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് IoT അനലിസിസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് കണക്റ്റഡ് തിങ്സ് ആണ്. അതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അത് കണക്റ്റഡ് തിങ്സിൻ്റെ ഇൻഫോർമേഷൻ അനാലിസിസ് ആണ് IoT ചെയ്യുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫീച്ചറാണ് അത്. IoTയിൽ ഉണ്ടാകുന്ന ബിഗ് ഡാറ്റ അനലിറ്റിക്സിന് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആവശ്യമായിട്ട് വരും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതിന് വേരിയസ് സ്റ്റോറേജ് ടെക്നോളജീസിലാണ് ഡാറ്റ സ്റ്റോറിങ് കാപ്പബിളായിട്ടുള്ളത്. IoTയുടെയും ബിഗ് ഡാറ്റയുടെയും മെയിൻ എയിം കൺസ്യൂമേഴ്സിനെ പവർ കൺസപ്ഷൻ ഡീറ്റെയിൽസിനെ പറ്റി അവെയർ ആക്കുക എന്നുള്ളതാണ്. ഇനി പ്രപ്പോസ്ഡ് സിസ്റ്റം SOC ഇൻഫോർമേഷനെ ഗ്യാദർ ചെയ്തിട്ട് അത് ഒരു സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് പാസ് ചെയ്യും. സെർവർ ആ ഇൻഫോർമേഷനെ വിശകലനം ചെയ്തിട്ട് അതൊരു സെൻട്രലൈസ്ഡ് ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡാറ്റാ ബേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ സ്റ്റോർഡ് ഡാറ്റ യൂസ് ചെയ്യുന്ന അനലിറ്റിക് എൻജിനൊക്കെയാണ് അവരുടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. ക്ലയൻസിന് ഈ ജനറേറ്റഡ് ഗ്രാഫ് അവരുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ സെർവറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന വെബ് വഴിയാണ്. ഇനി സിസ്റ്റം ആർക്കിടെക്ചർ. സിസ്റ്റം ആർക്കിടെക്ചറിൽ ഹാർഡ്വെയർ പാർട്ടും സോഫ്റ്റ്വെയർ പാർട്ടും ഉണ്ടായിരിക്കും. അതിൽ ഹാർഡ്വെയർ പാർട്ടിൽ ഫസ്റ്റ് വരുന്നതാണ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. IoT പവറിലേക്ക് ഒരു ഡിവൈസിലേക്ക് പോകുന്ന പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട്. മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട് ഒരു ഡിവൈസിൻ്റെ സ്വിച്ചിനെ ഓണും ഓഫും ഒക്കെ ചെയ്യാൻ പറ്റും. IoTയിൽ ഉണ്ടാകുന്ന RFID ടെക്നോളജി, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, അതും അതിൻ്റെ ആപ്ലിക്കേഷനും ഒരു ഓട്ടോമാറ്റിക് ടെക്നോളജിയാണ്. ഇത് മെഷീൻസിനെയും കമ്പ്യൂട്ടേഴ്സിനെയും ഒക്കെ ഒബ്ജക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും മെറ്റാഡാറ്റനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡിവിജ്വൽ ടാർഗറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും റേഡിയോ വേവ്സിലൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. RFID IoTക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ റിക്വസൈറ്റ് ആയിട്ടാണ് കാണുന്നത്.
RFID ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ടാഗ്സ് ട്രാക്ക് ചെയ്യാനും അതിന് ഓട്ടോമാറ്റിക്കലി പറ്റുന്നുണ്ട്. RFID യൂസ് ചെയ്തിട്ട് ഒരു ഐറ്റത്തിൻ്റെ ഡാറ്റേനെ ഗ്യാദർ ചെയ്യാൻ പറ്റും. അത് ടച്ച് ചെയ്യാതെ കാണാതെ അതിൻ്റെ ഡാറ്റേനെ ഗ്യാദർ ചെയ്യാൻ പറ്റും. RFID റീഡറിൻ്റെ ഒരു ഫിഗറാണിത്. ഇതിലൊരു ഹോസ്റ്റ് സിസ്റ്റം റീഡറും ടാഗും കാണിക്കുന്നുണ്ട്. അതിൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. RFID റീഡർ ഒരു ടാഗിനെ ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റേർണൽ സർക്യൂട്ടിലെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനെ റിട്രീവ് ചെയ്യും. RFID റീഡർ സിഗ്നൽസിനെ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൻറ്റിനേൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഇതൊരു ഇൻ്ററോഗേറ്ററാണ്, ഒരു ബ്രിഡ്ജായിട്ടാണ് കാണുന്നത്. ഒരു ഹോസ്റ്റ് സിസ്റ്റം റീഡർ ആൻറ്റിനയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് ഈ RFID റീഡർ കാണുന്നത്. RFID ഹോസ്റ്റ് സിസ്റ്റം റീഡേഴ്സും ടാഗ്സും തമ്മിലുള്ള ഫ്ലോ ഓഫ് ഡാറ്റേനെ മാനേജ് ചെയ്യുന്നുണ്ട്. RFID ഹോസ്റ്റ് സിസ്റ്റത്തിന് കോംപ്ലക്സ് സ്ട്രക്ചറും ഉണ്ടാവാം. അവിടെ ഡിഫറെൻറ്റ് റീഡേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിരിക്കും. അതുപോലെ ഡാറ്റ ഫ്ലോ ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറിലേക്കായിരിക്കും. ലാൻസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയാണ് ഡാറ്റ ഫ്ലോ പോസിബിൾ ആവുന്നത്. നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിന് 3 മൊഡ്യൂൾസാണുള്ളത്. ഡാറ്റ അക്വിസിഷൻ മൊഡ്യൂൾ, മിഡിൽ വെയർ മൊഡ്യൂൾ ആൻഡ് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ മൊഡ്യൂൾ. ഇതിൽ ഡാറ്റ അക്വിസിഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഓഫ് മെഷറിംഗ് ഇലക്ട്രിക്കൽ ഓർ ഫിസിക്കൽ സിഗ്നൽ സച്ച് ആസ് കറണ്ട്, ടെമ്പറേച്ചർ എക്സെട്ര. സെൻസേഴ്സ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറൊക്കെ പോലെയുള്ള ഒരു ഫിസിക്കൽ ഫിനോമിനേൻ്റെ മെഷർമെൻ്റ് ആണ്. സെൻസറിന് ട്രാൻസ്ഡ്യൂസർ എന്നും പറയും. അത് ഫിസിക്കൽ ഫിനോമിനേനെ മെഷറബിൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡാറ്റ അക്വിസിഷൻ്റെ ഫിഗറാണ്. ഇവിടെ സെൻസറും ഡാറ്റ അക്വിസിഷൻ ഡിവൈസും കമ്പ്യൂട്ടറും ആണുള്ളത്. ഈ ഡാറ്റ അക്വിസിഷൻ ഡിവൈസിൽ സിഗ്നൽ കണ്ടീഷനിങ്ങും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഉണ്ട്. കമ്പ്യൂട്ടറിൽ ഡ്രൈവർ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. ഈ ഡാറ്റ അക്വിസിഷൻ ഡിവൈസ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് ബസ് വേ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഡാറ്റ അക്വിസിഷൻ ഹാർഡ്വെയർ ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടറും സിഗ്നലും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സെൻസേഴ്സ് എന്നുള്ള സിഗ്നൽസും ഔട്ട്സൈഡ് വേൾഡ് എന്നുള്ള സിഗ്നൽസും കുറച്ച് നോയ്സി ആയിരിക്കും, അല്ലെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അത് മെഷർ ചെയ്യുന്നത് പറ്റില്ല. അതുകൊണ്ട് സെൻസേഴ്സ് എന്നുള്ള അനലോഗ് സിഗ്നൽസ് നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കമ്പ്യൂട്ടർ ബസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ആണ്. DAQ ഡിവൈസും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ആണ്. ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യാനും മെഷേർഡ് ഡാറ്റ പാസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള. ഡാറ്റ അക്വിസിഷൻ മൊഡ്യൂളിന് 2 ഫങ്ഷൻസാണ് മെയിൻലി ഉള്ളത്. ഒന്ന് മോണിറ്ററിങ്ങും ഒന്ന് കൺട്രോളിങ്ങും. മോണിറ്ററിങ് ഫങ്ഷൻ ടെമ്പറേച്ചറിനെ കണ്ടിന്യൂസ്ലി റീഡ് ചെയ്യും, AC പവർ കൺസപ്ഷനെയും റീഡ് ചെയ്യും. കൺട്രോൾ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് കമാൻഡ്സ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിഡിൽ വെയർ മൊഡ്യൂളിൽ നിന്നുള്ള കമാൻഡ്സ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് മിഡിൽ വെയർ മൊഡ്യൂൾ. മിഡിൽ വെയർ മൊഡ്യൂൾ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ വണ്ണാണ് MQTT സെർവർ. എഡ്ജ് ഡിവൈസസിന് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ടാണ് MQTT സെർവർ യൂസ് ചെയ്യുന്നത്. സെർട്ടൈൻ ടോപ്പിക്സിലുള്ള അൺഓതറൈസ്ഡ് ആക്സസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രോക്കർ സൈഡ് ആക്സസ് കൺട്രോൾ എൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. ഇതാണ് MQTT. നെക്സ്റ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ്. ഹാർഡ്വെയറിൽ സെൻസറും ഹൈ എൻഡ് മൈക്രോ കൺട്രോളറും റിലേ ബാങ്ക്സും ആണുള്ളത്. ഡിവൈസ് സ്റ്റാറ്റസ് കളക്ട് ചെയ്തിട്ട് മൈക്രോ കൺട്രോളറിലേക്ക്
റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഹൈ ആൻഡ് സിംഗിൾ SOC ആണ്. അത് ഇൻഫർമേഷനെ കളക്ട് ചെയ്തിട്ട് സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് ഫർദർ പ്രോസസ്സിങ് നടക്കും. MQTT ബ്രോക്കർ വഴിയാണ് ഫർദർ പ്രോസസ്സിങ് നടക്കുന്നത്. റിമോട്ട് കൺട്രോളിംഗ് ഓഫ് ഡിവൈസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ വഴിയാണ്. ആ ഡിവൈസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മൈക്രോ കൺട്രോളർ അതിൻ്റെ ആ ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്യും. ബില്ലിംഗ് യൂട്ടിലിറ്റി പ്രോസസ്സ് എനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ കൺട്രോളർ ഡിവൈസിൻ്റെ പവർ കൺസപ്ഷനെ സെർവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. MQTT പ്രോട്ടോക്കോൾ വഴിയാണത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് ആണ്. ഹോം ഓണർക്ക് 2 സർവീസ് അവൈലബിൾ ആയിട്ടുണ്ടാകും. ഒന്ന് പവർ കൺസപ്ഷനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, 2 റിമോട്ട് കൺട്രോൾ സർവീസിന് ഓൺ ഓഫ് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടും. ട്രാക്കിംഗ് സർവീസസിന് വേണ്ടിയിട്ട് യൂസേഴ്സിന് മന്ത്ലി ബില്ല് ഓൺലൈനിൽ വ്യൂ ചെയ്തിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാം. സ്റ്റേറ്റ് ഓണറിന് പവറും ടെമ്പറേച്ചർ റിലേറ്റഡ് ഗ്രാഫും ഒക്കെ അവിടെ വ്യൂ ചെയ്യാം. ഈ സിസ്റ്റം യൂസ് ചെയ്തിട്ട് യൂസേഴ്സിന് ഡിവൈസസിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ഓൺലൈൻ ബിൽ ജനറേഷനെ എംപവർ ചെയ്യേണ്ട വി ആർ ഫ്രണ്ട്ലി യൂസർ ഇൻ്റർഫേസ് PC ആപ്ലിക്കേഷൻ.